എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ ചൈന ഗ്രാസും അതുപോലെ കസ്റ്റർഡ് പൗഡറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 5 ഗ്രാം ചൈന ഗ്രാസാണ്. ഇത് 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ പകുതി ഒരു 5 ഗ്രാം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. ഈ ചൈന ഗ്രാസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അതുപോലെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചൈന ഗ്രാസ് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ളത് കസ്റ്റർഡ് പൗഡറാണ്. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. എടുത്തു വെച്ച പാലിൽ നിന്ന് ഒരു തവി പാലെടുത്ത് നമുക്ക് ഈ കസ്റ്റർഡ് പൗഡറിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റൗ കത്തിച്ച് പാൽ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിപ്പോൾ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറും പാലിൻ്റെയും കൂടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. ഈ സമയം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്ത് കുറേശ്ശെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർക്കുമ്പോഴുണ്ടല്ലോ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിലങ്ങ് പറ്റി പിടിച്ചിരിക്കും. കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൈന ഗ്രാസ് കുതിരാൻ വേണ്ടി വെച്ചിട്ടിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചൈന ഗ്രാസ് എല്ലാം നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആകുന്ന വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നോക്കി ഈ ചൈന ഗ്രാസ് എല്ലാം നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൈന ഗ്രാസ് ഉണ്ടല്ലോ ഈ പാലിൻ്റെയും കസ്റ്റർഡ് പൗഡറിൻ്റെയും മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കണം. ഇനി ഇതൊരു 3 മിനിറ്റോളം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഞാൻ ദാ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് സ്വല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ക്രഷ് ചെയ്തെടുത്ത ബദാം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇത് കുറച്ചൊന്ന് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊരു 4 മണിക്കൂറോളം ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് തണുപ്പിച്ചെടുത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് 4 മണിക്കൂറോളം നമ്മളിതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.